തലയ്ക്ക് 1.5 ലക്ഷം രൂപ വിലയിട്ടിരുന്ന കൊടും കുറ്റവാളി ഉൾപ്പെടെ തന്നെ രണ്ടുപേരെ യോഗിയുടെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ഇവരാകട്ടെ പോലീസ് പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇവരുടെ പക്കൽ നിന്നും മാരക ആയുധങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനു മുൻപും സംസ്ഥാനത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ക്രിമിനലുകൾക്കെതിരെ യോഗി പോലീസ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഡബിൾ എഞ്ചിൻ സർക്കാരുടെ ഭരണ മികവ് ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നതുമാണ്. നാട്ടിൽ ഒരു കുറ്റവാളി പോലും വളരാൻ അവിടെ യോഗി അനുവദിക്കില്ല എന്നതിന്റെ ഏറ്റവും നേർസാക്ഷ്യമാണ് ഇപ്പോൾ നടന്ന ഈ സംഭവം സൂചിപ്പിക്കുന്നത്. തലയ്ക്ക് 50,000 രൂപ വിലയിട്ട കൊടും ക്രിമിനലായ ആസാദ് മുനേഖാൻ, തലയ്ക്ക് 1 ലക്ഷം വിലയിട്ട സിറാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 30 ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് സിറാജ്. ഇയാളിൽ നിന്ന് ഒരു പിസ്റ്റൾ, ബൈക്ക്, വൈഫൈ ഡോങ്കിൾ, വെടിയുണ്ടകൾ, 4 മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു. ഒളിവിലായിരുന്ന സിറാജ് ആകട്ടെ സഹൻപൂർ ജില്ലയിൽ ഗംഗോ പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് വന്നത് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് സംഘം അവിടെ ഇദ്ദേഹത്തെ തേടിയെത്തിയത്. സിറാജിനെ പോലീസ് പിന്നീട് വളയുകയാണ് ഉണ്ടായത്. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായതും. അതേപോലെ തന്നെ മറ്റൊരു പ്രദേശത്ത് നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് ആസാദിനെ പോലീസ് തിരയുന്നുണ്ടായിരുന്നു. മീററ്റ് നിവാസിയായിരുന്നു ആസാദ്. അർദ്ധരാത്രിയിൽ കോടാവലി ദോഹത്ത് പോലീസ് സംഘം ഈ റോഡിലേക്ക് അല്ലെങ്കിൽ ഈ സമീപ പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ ഒരു വാഹനം പരിശോധിക്കാൻ ഇടയാകുകയും ചെയ്തു. അപ്പോഴാണ് സംശയാസ്പദമായി തന്നെ ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 പേരെ അവർ പിടികൂടുന്നത്. തുടർന്ന് വാഹനം നിർത്താൻ സിഗ്നൽ നൽകി. പോലീസ് സിഗ്നൽ നൽകിയിട്ട് പോലും ഇവർ ബൈക്ക് നിർത്താതെ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർത്ത ശേഷം ബൈക്ക് പെട്ടെന്ന് തിരിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് സംഘമാകട്ടെ വേറെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് ആ സ്റ്റേഷൻ പരിധി വിട്ടു പോകാതെ തന്നെ മറ്റ് സ്റ്റേഷൻ പരിധിയിലേക്ക് കൂടി ഈ വിവരങ്ങൾ അറിയിച്ചു. അതേപോലെ തന്നെ പോലീസ് പിന്തുടരുന്നതിനിടയിൽ തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കുകയും മാത്രമല്ല പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ഈ സംഘത്തിന് നേരെ വെടിയുതിർക്കുകയുമാണ് ചെയ്യുന്നത്. സ്വയം പ്രതിരോധത്തിനായി തന്നെ പോലീസ് സംഘം നടത്തിയ വെടിവെപ്പിൽ ആസാദിന് വെടിയേൽക്കുകയും ഒപ്പമുണ്ടായിരുന്ന ആൾ ഇരുട്ടിന്റെ മറവിൽ ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. ഇയാളെ പിടികൂടാൻ പോലീസ് ശ്രമം നടത്തി വരികയാണ്. ആയതിനാൽ തന്നെ ഇപ്പോൾ ഈ 2 കുറ്റവാളികളെയും വെടിവെച്ച് കൊലപ്പെടുത്തിയതോടുകൂടി തന്നെ കുറച്ചധികം ക്രിമിനലുകൾ അല്ലെങ്കിൽ ക്രിമിനൽ മുക്തമായിക്കൊണ്ട് UP വളരുകയാണ് എന്നതാണ് മറ്റൊരു സൂചന. മാത്രമല്ല, വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ UPയിൽ നടപ്പാക്കി വരികയാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിമിനലുകൾക്കെതിരെ യോഗി സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ യോഗി പറയുന്നതനുസരിക്കാൻ എന്തിനും സജ്ജമായി തന്നെ യോഗിയുടെ പോലീസ് അവിടെ UPയിൽ എപ്പോഴും കണ്ണും കാതും കോർത്ത് അവർ ഇരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടെയാണ് ഈ 2 ക്രിമിനലുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.